ഹായ് ഫ്രണ്ട്സ്, ജോബ് സെക്യൂറ ലോ എമിനൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെന്റൽ എബിലിറ്റി ഏരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പായിട്ട് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് ഏരിയയുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇംഗ്ലീഷിന്റെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞു. ഓവറോൾ പ്ലീ എക്സാമിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും എന്നത് സംബന്ധിച്ച ഒരു വീഡിയോയും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ മെന്റൽ എബിലിറ്റി ഏരിയയിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് പറയട്ടെ, 2025 പ്ലീ റിസൾട്ടും അതേപോലെ ആ സമയത്ത് വന്നിട്ടുള്ള ക്യുസാറ്റിന്റെയും ക്ലാറ്റ് അടക്കമുള്ള പല നാഷണൽ സ്റ്റേറ്റ് ലെവൽ എക്സാംസിന്റെ ഒക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞു. 300+ അച്ചീവ്മെന്റ്സുമായിട്ടാണ് ഞങ്ങൾ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ വർഷം ഈ വരുന്ന സെപ്റ്റംബർ 13 മുഴുവൻ അച്ചീവേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള അച്ചീവേഴ്സ് മീറ്റ് ഞങ്ങളുടെ കാലിക്കറ്റിൽ വെച്ച് നടക്കുകയാണ്. ആ സന്തോഷ വാർത്തയും നിങ്ങളോട് ഞങ്ങൾ ഷെയർ ചെയ്യാണ്. ഈ വർഷം മൊത്തം ക്യുസാറ്റിലുള്ള സീറ്റിൽ 55-ലധികം കുട്ടികൾ ജോബ് സെക്യൂറിയൻസ് ആണ്. 200-ലധികം GLC ഗവൺമെന്റ് ലോ കോളേജസിൽ ജോബ് സെക്യൂറിയൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് തരുന്ന സന്തോഷം വളരെ വലുതാണ്. അപ്പൊ ഇങ്ങനെ ഒരു റിസൾട്ടിലേക്ക് ഞങ്ങൾ ജോബ് സെക്യൂർ എത്തിയത് കൃത്യമായ കോച്ചിങ്ങിലൂടെ ഞങ്ങൾ പോയതുകൊണ്ടാണ്. ഞാൻ മെന്റൽ എബിലിറ്റി ഏരിയയിലേക്ക് കടക്കട്ടെ. മെന്റൽ എബിലിറ്റിയിൽ 120 ക്വസ്റ്റ്യൻസിൽ 15 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്. 120-ൽ 15 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 12.5%. വളരെ ചെറിയൊരു ശതമാനം അല്ലേ? പക്ഷേ ഈ 12.5%-നെ ഗൗരവത്തിലെടുത്തിട്ടില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ സ്കോർ താഴോട്ട് പോകും. അപ്പം നിങ്ങൾക്ക് ഗവൺമെന്റ് ലോ കോളേജസിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുമായിട്ട് സംസാരിച്ചാലും ഒക്കെ അറിയാൻ പറ്റും, ഇവരിൽ ഭൂരിഭാഗം സ്റ്റുഡൻസും മെന്റൽ എബിലിറ്റി ഏരിയയിൽ വളരെ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ സ്കോർ തന്നെയാണ് അവരെ അങ്ങോട്ട് എത്തിക്കുന്നത്. എന്ന് വെച്ച് മെന്റൽ എബിലിറ്റി കൊണ്ട് മാത്രം എത്തുമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏരിയയാണ് മെന്റൽ എബിലിറ്റി. അപ്പൊ എന്താണ് ഈ മെന്റൽ എബിലിറ്റി? മെന്റൽ എബിലിറ്റിയിൽ 2 ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏതൊക്കെ? ലോജിക്കൽ റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റി. ഈ ലോജിക്കൽ റീസണിങ് എന്നുള്ള ഏരിയ നമ്മുടെ സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഒരിക്കലും കേൾക്കാത്തതാണ്. ന്യൂമറിക്കൽ എബിലിറ്റി പക്ഷേ നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്കാണെങ്കിലോ മാത്സ് അത്യാവശ്യം പേടിയാണ് അല്ലേ? പലർക്കും ഉള്ളിയൊരു പ്രശ്നമാണത്. അപ്പൊ ന്യൂമറിക്കൽ ഏരിയയിൽ ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും നോക്കൂ. നമ്പർ സീരീസ്, ആവറേജ്, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ പ്രൊപ്പോർഷൻ, ഇൻട്രസ്റ്റ്, വർക്ക് ആൻഡ് മെൻ, ഡിവിസിബിലിറ്റി റൂൾ, പെർസെൻറ്റേജ്, HCF, LCM, ഇതൊക്കെയാണ് ഏരിയാസ്. ഈ ഏരിയാസ് മുഴുവൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഞങ്ങളുടെ ഗൈഡും നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആമസോണിലും അവൈലബിൾ ആണ് ജോബ് സെക്യൂർഡ് ഗൈഡ്. അപ്പൊ ഈ ഏരിയാസിൽ നിങ്ങൾ നോക്കൂ. നമ്പർ സീരീസും ആവറേജും റേഷ്യോ പ്രൊപ്പോർഷൻ, ഇൻട്രസ്റ്റ്, ഡിവിസിബിലിറ്റി റൂള്, പെർസെൻറ്റേജ്, HCF ഒക്കെ നമ്മൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുക? UP ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 8ന് മുമ്പ് പഠിക്കുന്ന ഏരിയ ആണ്. ഇതിനകത്ത് വർക്ക് ആൻഡ് മെൻ മാത്രമാണ് നമ്മൾ സ്കൂളിൽ അത്ര പഠിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പം സയൻസ് സ്ട്രീമിൽ വന്നവരല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. ബാക്കി എല്ലാം നമ്മൾ 10th പഠിക്കുന്നതാണ്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുന്നുള്ളൂ. ഇതിനൊക്കെ ഈസി മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലോജിക്കൽ റീസണിങ്ങിൽ എന്തൊക്കെ വരുന്നു എന്നറിയണമല്ലോ. കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ, റാങ്കിങ്, കലണ്ടർ, കമ്പാരിസൺ, സിലോജിസം. ഇതൊന്നും സ്കൂളിൽ പഠിച്ചിട്ടില്ല. സ്കൂളിൽ പഠിക്കുകയേ ചെയ്യാതെ എന്നാൽ ഒരു ഇക്വേഷനോ ഒരു ഫോർമുലയോ ആവശ്യമില്ലാതെ ആർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന കൃത്യമായ കോച്ചിങ് എടുത്താൽ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ഏരിയാസ് ആണ് ഈ ലോജിക്കൽ റീസണിങ്ങിൽ വരുന്നതെല്ലാം. ഈ ലോജിക്കൽ റീസണിങ് ആണ് ക്യുസാറ്റിലെ പ്രധാന റോള് വഹിക്കുന്ന ഒരു ഏരിയ. ക്യുസാറ്റിലേക്ക് ഇന്ന് ഞാൻ ക്ലീ എക്സാമിലെ മെന്റൽ എബിലിറ്റി ഏരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ക്യുസാറ്റിന്റെ ഏരിയ അല്ല. അപ്പൊ ക്ലീ എക്സാം മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ക്ലീ 2025 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മെന്റൽ എബിലിറ്റി ഏരിയയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക, ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകം ഓർക്കുക, ഇന്ന് ഞാൻ ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ അല്ല,
ഇന്ന് വരുന്ന ഏരിയകൾ നിങ്ങളെ 2 എക്സാമും വെച്ചിട്ട് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഏരിയകൾ അറിഞ്ഞാലേ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പറ്റൂ. ആദ്യം എന്തൊക്കെ വരുന്നു എന്ന് അറിയണല്ലോ. ഇതിന് ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയണല്ലോ. അതിലേക്കാണ് ഇന്ന് ഞാൻ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ. അപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കൂ. ഇത് ഡിവിസിബിലിറ്റി റൂളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ ശരിക്കും ഏത് ക്ലാസ്സിൽ പഠിക്കുന്നറിയോ? 5th പഠിക്കും. അതായത് ഒരു നമ്പർ തന്നാൽ ആ നമ്പറിനെ 2 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നല്ല, 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ, 5 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ, 11 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ? ഇതിനൊരു റൂൾ ഉണ്ട്, ഒരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് അറിയുമോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു 5 ഇയർ LLB 2025 ചോദിച്ചത്. ഇങ്ങനെ ഒരു 6 ഡിജിറ്റ് നമ്പർ തന്നിട്ട് അതിനെ ഈ ഓപ്ഷൻസിൽ ഏത് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാമെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിനൊക്കെ ചില ഈസി മെത്തേഡ് ഉണ്ട്. അതറിയുമോ എന്നാണ് ആ വർഷം അവർ ചെക്ക് ചെയ്തത്. അടുത്തത് എന്താ? ഫാക്ടറൈസേഷൻ, പ്രൈം ഫാക്ടറൈസേഷൻ. ഫാക്ടറൈസേഷനിൽ നിന്ന് ഈ വർഷം ക്ലീ 2025 ഇങ്ങനെയൊരു 210 എന്നുള്ള നമ്പേഴ്സിന്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു. 210 പകരം വേറൊരു നമ്പർ തന്നിട്ടായിരുന്നു 2019 5 ഇയറിലും 3 ഇയറിലും സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു. ഫാക്ടറൈസേഷൻ, ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ എത്രയോ ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുക. പക്ഷെ നമുക്ക് ആ കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടാവും. അതെങ്ങനെ ചെയ്യാം? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത് ഫാക്ടറൈസേഷൻ. ഇനി അടുത്ത എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് 7th 8th ആണ് സ്കൂളിൽ പഠിക്കുന്നത്. ഈ ഏരിയയിൽ വന്ന ക്വസ്റ്റ്യൻ നോക്കൂ. 5 ഇയർ LLB 2025 ക്വസ്റ്റ്യനിൽ 250 റുപ്പീസിന്റെ ഒരു സാധനം 280 റുപ്പീസിന് വിറ്റപ്പോൾ എത്ര % ലാഭം ഉണ്ടായി എന്നായിരുന്നു ക്വസ്റ്റ്യൻ. എന്നാൽ ഇതേ ഏരിയ 3 ഇയർ LLBയിലേക്ക് വന്നപ്പോൾ നോക്കൂ, ഇങ്ങനെയൊരു 24,550യുടെ സാധനം 20% ലോസിന് വിൽക്കുമ്പം സെല്ലിംഗ് പ്രൈസ് എത്ര, വിറ്റ വില എത്ര, അതാണ് ചോദ്യം. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ഒരേ ഏരിയയിൽ നിന്ന് ഒന്നില് നേരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടി എന്നൊന്നും പറയാനില്ല, പക്ഷെ ചെറുതായിട്ട് ഒന്നുകൂടെ ചിന്തിച്ച് ചെയ്യേണ്ട വിധത്തിൽ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി. ഇനി അടുത്ത ഏരിയയിലേക്ക് നമ്മൾ കടക്കുന്നു. ഏവറേജ്. ഏവറേജ് എന്നുള്ള ഏരിയ നമ്മൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആലോചിച്ച് നോക്കൂ. 6th പഠിച്ചിട്ടുണ്ടാവുക അല്ലെ? ബേസിക് സാധനമാണ് ഏവറേജ്. ഈ ബേസിക് ഏവറേജ് എന്നുള്ള ക്വസ്റ്റ്യനിൽ 5 ഇയർ LLBയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. 10 സാധനങ്ങളുടെ ഏവറേജ് വെയിറ്റ് 45 ആണ്. അതിൽ ഒരു 56 വെയിറ്റ് ഉള്ള ഒരു സാധനവും കൂടെ ആഡ് ചെയ്താൽ ഇപ്പോഴത്തെ വെയിറ്റ് എന്ത്? കുറച്ചുകൂടെ ഒന്നുകൂടെ ഈസിയാണ്. എന്നാൽ ഇതേ ഏവറേജ് ഏരിയ 3 ഇയർ LLBയിൽ അതേ വർഷം ചോദിച്ചതിന്റെ രീതി മാറി. ഇവിടെ എന്താ ചോദിച്ചത്? 18 സാധനങ്ങളുടെ ഏവറേജ് വെയിറ്റ് 1170 ആണെങ്കിൽ അതിനകത്തു നിന്ന് ഒരു സാധനം റിമൂവ് ചെയ്തു, 82 kg ഒരു സാധനം ഒഴിവാക്കി, എന്നിട്ട് പുതിയ ഏവറേജ് എന്ത് എന്നാണ് ചോദിച്ചത്. അതായത് 5 ഇയർ LLBയിൽ ഒന്ന് ആഡ് ചെയ്തപ്പോൾ ഉള്ള ഏവറേജ് ചോദിച്ചു, 3 ഇയർ LLBയിൽ ഒന്ന് മൈനസ് ചെയ്തപ്പോൾ ഉള്ള ഏവറേജ് ചോദിച്ചു. രണ്ടായാലും ഏവറേജ് കൺസെപ്റ്റ് ക്ലിയർ ആവണം എന്ന് ഉറപ്പാണല്ലോ. ഏവറേജ് കൺസെപ്റ്റ് രണ്ടിലും ചോദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായല്ലോ. അപ്പൊ നമുക്ക് അടുത്ത കൺസെപ്റ്റ് എന്താണ് ചോദിക്കുന്നത് എന്ന് നോക്കാം. അടുത്തത് നമ്മൾ ജിയോമെട്രി എന്നുള്ള ഏരിയയിലേക്കാണ് പോകുന്നത്. ജിയോമെട്രി ഒക്കെ സ്കൂളിൽ പഠിച്ചാണ്, പക്ഷെ അത് കുറച്ച് ടഫാന്നായിരിക്കും നിങ്ങളെ വിചാരം. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു റൂമിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ട് അത് ഇത്ര ലെങ്ത് കൂടുന്നു, ഇത്ര ബ്രെഡ്ത്ത് കൂടുന്നു, അപ്പൊ ഏരിയ എന്ത്? വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ. അതാണ് 5 ഇയർ LLBയിൽ ചോദിച്ചത്. എന്നാൽ 3 ഇയർ LLBയിലേക്ക് എത്തുമ്പം സംഭവം മാറി. എന്തിൻ്റെതാ നോക്കിയത്? ട്രയാങ്കിളിൻ്റെതാണ് ചോദിച്ചത്. രണ്ടിലായാലും ഏരിയ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനും റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനും നമുക്കറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാ. പഠിച്ചത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓർമ്മിച്ചെടുക്കാനേ ഉള്ളൂ. അതിനെന്ത് വേണം? കോച്ചിങ് വേണം. ഞങ്ങളുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾക്ക് റെഗുലർ ബാച്ച് ഉണ്ട്, ഡെയിലി ക്ലാസ്സസ് ഉള്ളതുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള
വീക്കെൻഡ് ക്ലാസ്സസ് ഉണ്ട്. രണ്ടിനും ഓൺലൈനും ഓഫ്‌ലൈനും ഉണ്ട്. ഓഫ്‌ലൈൻ ക്ലാസ് കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത്. ഓൺലൈനിൽ ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പം ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നുണ്ടാവും. നിർബന്ധമായിട്ടും കോൺടാക്ട് ചെയ്യുക. ലേറ്റ് ആവരുത്. കാരണം എക്സാം നേരത്തെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അടുത്ത ഏരിയയിലേക്ക് ഞാൻ കടക്കുകയാണ്. വർക്ക് ആൻഡ് മെൻ. വർക്ക് ആൻഡ് മെന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നില്ല. അതായത് പ്ലസ് 1 പ്ലസ് 2 പഠിച്ചിട്ടുണ്ടാവും, അല്ലാത്തവർ പഠിച്ചിട്ടുണ്ടാവില്ല. ഈ വർക്ക് ആൻഡ് മെന്നൊക്കെ കൊന്ന ലെവൽ കൂടിയതാണ്. ക്യുസാറ്റ് നോക്കുന്ന ഒരാളൊക്കെ ആണെന്ന് വെച്ചാൽ വർക്ക് ആൻഡ് മെന്നൊക്കെ കാര്യമായിട്ട് പഠിക്കണം. ഈവൻ ക്ലാറ്റിൽ വരെ ഞങ്ങളുടെ സ്റ്റുഡൻസ് ഈ വർഷം 7 കുട്ടികളാണ് NLUവിൽ അഡ്മിഷൻ നേടിയത്. ക്ലാറ്റിന് ഇപ്പോഴും ഞങ്ങൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാറ്റിലൊക്കെ ഇങ്ങനെ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നത് കൃത്യമായ കോച്ചിങ്ങിലൂടെ പോകുന്നത് കൊണ്ടാണ്. കൃത്യമായി ഒരുപാട് ടെസ്റ്റ് പേപ്പേഴ്സിലൂടെ പോയാൽ തന്നെ ആ റിസൾട്ടിലേക്ക് എത്തുള്ളൂ. അപ്പം വർക്ക് ആൻഡ് മെന്നിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. എക്കും ബിക്കും കൂടെ ഒരു വർക്ക് ചെയ്യാൻ ഇത്ര സമയം വേണം. അങ്ങനെയാണെങ്കിൽ എ മാത്രം ചെയ്യുകയാണെങ്കിൽ, അല്ലെ ബി മാത്രം ആ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും എന്നുള്ള ടൈപ്പായിരുന്നു 5 ഇയർ LLBയുടെ ക്വസ്റ്റ്യൻ. ഇതേ കൺസെപ്റ്റിനെ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് എക്കും ബിക്കും ചെയ്യാൻ ഇത്ര ദിവസം വേണം, എക്ക് ഇത്ര ദിവസം വേണം, അങ്ങനെയാണെങ്കിൽ ബി ഒരു ദിവസം എന്ത് വർക്ക് ചെയ്യും എന്നാക്കി മാറ്റി 3 ഇയർ LLB. കൺസെപ്റ്റ് നോക്കൂ. സെയിം കൺസെപ്റ്റ്, വർക്ക് ആൻഡ് മെന്റിന്റെ സെയിം കൺസെപ്റ്റിനെ 2 വിധത്തിൽ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ അടുത്തത് നോക്കൂ. റേഷ്യോ പ്രൊപ്പോർഷനിൽ ചോദിക്കാവുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു 5 ഇയറിലും 3 ഇയറിലും ചോദിച്ചത്. ഇവിടെ എയുടെയും ബിയുടെയും റേഷ്യോ 5:4 എന്നുള്ള റേഷ്യോയിൽ അവർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എക്ക് എത്ര കിട്ടും എന്നതാണ് ചോദ്യം. ഈ 18,000ന്റെ എയുടെ പാർട്ട് എത്ര? ഈ ഒരു റേഷ്യോയിലാണെങ്കിൽ എക്ക് കിട്ടുന്ന പാർട്ട് എത്ര? റേഷ്യോ പ്രൊപ്പോർഷൻ എന്തായാലും നമ്മൾ നാളത്തെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്നാൽ അതേ സാധനം ഇവിടെ എന്ത് ചോദിച്ചു? എയുടെയും ബിയുടെയും റേഷ്യോ 2:3 ആണെങ്കിൽ എക്ക് എത്ര കിട്ടുമെങ്കിൽ ബിക്ക് എത്ര? രണ്ടിലും റേഷ്യോ എന്താണ്? റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു റേഷ്യോ തന്നാൽ എക്ക് എത്ര കിട്ടും, ബിക്ക് എത്ര കിട്ടും എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അടുത്ത എന്താ? ഇൻട്രസ്റ്റില് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. ഈ വർഷവും കേരള ലോ എൻട്രൻസിലെ 5 ഇയർ LLB ക്വസ്റ്റ്യൻ പേപ്പറിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. 5 ഇയർ LLB ക്വസ്റ്റ്യൻ പേപ്പറിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ചോദിക്കും. എന്നാൽ 3 ഇയർ LLBയിലേക്ക് എത്തിയപ്പോഴോ 3 ഇയർ LLBയിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ചു. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയണമല്ലോ. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാ, പക്ഷെ മറന്നുപോയിട്ടുണ്ടാവും. ആ രണ്ടും വരുന്നുണ്ട് എന്നുള്ള കാര്യം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്ത ഏരിയ നോക്കൂ. ഫ്രാക്ഷൻസ് ഗ്രേറ്റസ്റ്റ് ഫ്രാക്ഷൻ ഏത് എന്നായിരുന്നു 5 ഇയർ LLBയിലെ ചോദ്യം. 4 ഫ്രാക്ഷൻസ് തന്നിട്ട് ഗ്രേറ്റസ്റ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കൽ എളുപ്പം. അതിനും അറിയണം കേട്ടോ. അതിനും അതിൻ്റെതായ വഴികളുണ്ട്. അതിനാണല്ലോ നമ്മൾ കോച്ചിങ് എടുക്കുന്നത്. പക്ഷേ 3 ഇയർ LLBയിലേക്ക് പോയപ്പോഴോ 3 ഇയർ LLB ലെവല് ഒന്ന് കൂട്ടി. 4 ഫ്രാക്ഷൻസ് തന്നിട്ട് അതിനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. കൃത്യമായി ധാരണ ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. രണ്ടും തമ്മിൽ ഡിഫിക്കൽട്ടി ലെവലിൽ വന്ന വ്യത്യാസം നോക്കൂ. 5 ഇയർ LLBയിലും 3 ഇയർ LLBയിലും. അടുത്ത ഏരിയ വരുന്നത് കോഡിംഗ് ഡീകോഡിംഗിൽ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് 2 ക്വസ്റ്റ്യൻ പേപ്പറിലായാലും വന്നത്. ഇതിൽ 5 ഇയർ LLBയിൽ ഒന്ന് ഫോർവേഡ് പോകേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നപ്പം 3 ഇയർ LLBയിലേക്ക് പോയപ്പം ഒരു വേർഡിനെ ബാക്ക്വേർഡ് പോകേണ്ട ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് മാത്രം. രണ്ടായാലും വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് വേർബൽ അനോളജിയാണ്. ഈ അനോളജി ലോജിക്കൽ തിങ്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ എപ്പോഴും ഷീപ്പ് എന്നുള്ളത് ലാമ്പുമായിട്ട് എങ്ങനെയാണോ കണക്റ്റഡ് ആയിട്ടുള്ളത് അതേ ലോജിക് ഉപയോഗിച്ച് നിങ്ങൾ ഫ്രോഗിനെ കണ്ടുപിടിക്കണം.
ഓക്കെ. വെർബൽ അനോളജി ഇവിടെ വരുന്നു. ഇതിന്റെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ വരാറുണ്ട്. ലോജിക്കൽ ഏരിയയിൽ ഇതേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ. അനോളജി എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. നമ്പേഴ്സിലും ഇത് വരാറുണ്ട് കേട്ടോ. ഒരു നമ്പർ അടുത്ത നമ്പറുമായിട്ട് എങ്ങനെയാണോ കണക്ട് ചെയ്യുന്നത് അതേ ലോജിക് ഉപയോഗിച്ച് വേറൊരു നമ്പർ എങ്ങനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ. അടുത്തത് എന്താണ്? റീസണിങ് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റീസണിങ് ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു വേർഡ് തന്നു, ക്ലാസിഫിക്കേഷൻ. ഈ വേർഡിലെ നമ്പർ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ആൽഫബറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത വേർഡ് ഏത് എന്നാ ചോദ്യം. വെരി വെരി സിമ്പിൾ അല്ലേ? ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത വേർഡ് ഏത് എന്ന് 5 ഇയർ LLBയിൽ ചോദിച്ചു. അവിടെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ സർക്കംസ്റ്റൻസ് ആണ് ചോദിച്ചത് 3 ഇയർ LLBയിൽ. രണ്ടും കൺസെപ്റ്റ് ഒന്ന് തന്നെ. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷനിൽ അതായത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള ഡയറക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടോ എന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതിനകത്ത് 5 ഇയർ LLBയിൽ ചോദിച്ചത്. ഈ 3 ഇയർ LLBയിൽ ആ ഏരിയയിൽ നിന്ന് ഈ വർഷം ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഇനി നമ്മുടെ ഏരിയ വരുന്നത് സ്ക്വയേഴ്സും ക്യൂബ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നോക്കൂ. ഒരു വലിയൊരു അത്ര വലുതല്ലാത്ത 1024 എന്നുള്ള നമ്പർ തന്നിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് തന്നത്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഓക്കെ. എന്നാൽ ഇതേ സാധനം 3 ഇയർ LLBയിലേക്ക് വന്നപ്പോഴോ കുറച്ച് വലിയൊരു നമ്പർ തന്നു. വലിയ നമ്പർ ആയാലും നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു നമ്പർ ആണ് കേട്ടോ നമുക്ക് തന്നത്. പക്ഷെ ഇത്രയും വലിയ ഡിജിറ്റ്സ് ഉള്ളൊരു നമ്പർ തന്നിട്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. രണ്ടിലും സ്ക്വയർ റൂട്ടാണ്. 5 ഇയറിൽ വളരെ സിമ്പിളായ ഒരു 4 ഡിജിറ്റ് നമ്പറാ തന്നതെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് വലിയ ഒരു നമ്പറാണ് തന്നത് എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. അടുത്ത ഏരിയ നമ്പർ സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഏത് ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചത് ആലോചിച്ച് നോക്കൂ. 8th or 9th. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഒക്കെ പഠിച്ചതിന്റെ കൂട്ടത്തിലായിരിക്കും നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവുക. അപ്പം നമ്പർ സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. അതും 5 ഇയർ LLBയിലാണ് ചോദിച്ചത്. അപ്പം നമ്പർ സിസ്റ്റവും നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലായല്ലോ. അടുത്ത ഏരിയ നോക്കൂ. HCF, LCM. ലസാഗു, ഉസാഖ. എപ്പോഴാ പഠിച്ചത്? വളരെ വളരെ ചെറിയ ക്ലാസ്സിൽ 5ലോ 6ലോ ആയിരിക്കും നിങ്ങൾ LCM, HCF പഠിച്ചത്. പക്ഷേ ഇത് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടാവും. എങ്ങനെയാണ് HCF കാണുക, എങ്ങനെയാണ് LCM കാണുക എന്നുള്ളത് മറന്നുപോയിട്ടുണ്ടാവും. ഈ 3 നമ്പേഴ്സ് തന്നിട്ട് അതിന്റെ LCM കണ്ടുപിടിക്കാനായിരുന്നു നമ്മളോട് ചോദിച്ചത്. ഇതും ചോദിച്ചിരിക്കുന്നത് 5 ഇയർ LLBയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ ഏരിയയിൽ നിന്ന് വന്നു എന്നുള്ളത്. സ്റ്റേറ്റ്മെന്റ് ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു. സ്റ്റേറ്റ്മെന്റ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് 5 ഇയർ LLBയിലാണ് ഈ വർഷം വന്നത്. 5 ഇയറിലും 3 ഇയറിലും ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഏരിയയിൽ നിന്ന് വരുള്ളൂ. ആ ലോജിക്കൽ തിങ്കിങ് നിങ്ങൾക്കുണ്ടോ എന്നാണ് ഇവിടെ നോക്കുന്നത്. 2 സ്റ്റേറ്റ്മെന്റ്സ് തരും, 2 കൺക്ലൂഷൻസും തരും. ആ സ്റ്റേറ്റ്മെന്റ്സിൽ വായിച്ചിട്ട് നിങ്ങൾക്ക് ഈ കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? ഒരു ലോ സ്റ്റുഡന്റിന് അത്യാവശ്യം വേണ്ടതാണല്ലോ ആ ലോജിക്കൽ ബ്രെയിൻ. അതുണ്ടോ എന്നാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കുന്നത്. ഓക്കെ. അപ്പം നമ്മളിപ്പം ഒരുവിധം എല്ലാ ഏരിയാസും കണ്ടു കഴിഞ്ഞു. ഈ വർഷം 2025 5 ഇയറിലും 3 ഇയറിലും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്ന് വന്നു, എങ്ങനെയായിരുന്നു അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ, ആ കാര്യങ്ങളാണ് നമ്മളിപ്പം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംവദിച്ചത്. ഓക്കെ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനെയും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ ഓരോ പേപ്പറും അതിനകത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഇപ്പം ജോബ് സെക്യൂർഡ് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ ഇപ്പം തന്നെ മനസ്സിലായല്ലോ ഓരോ ടോപ്പിക്കിലും ഞങ്ങളെ വീഡിയോസ് വരികയാണ്. അപ്പം വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം കാണാൻ പറ്റണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും. ഞങ്ങളുടെ ക്ലാസ്സസിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.